ഇനി ലോക്കൽ ബസ്സിൽ തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഹിമാചലിലെ സ്പിറ്റി വാലിയിലേക്കാണ്. ചിത്കുൽ നിന്ന് ഉച്ചക്കുള്ള ബസ്സിൽ നേരെ ടിക്കറ്റ് എടുത്തത് റിക്കോംപിയോയിലേക്കായിരുന്നു. പോകുന്ന വഴിക്ക് ഇവർ ഞങ്ങളുടെ ബസ് ചെറുതായി ഒന്ന് തടഞ്ഞു വെച്ചു. ഇവരൊക്കെ പോയതിനു ശേഷമാണ് ഡ്രൈവർ ബസ് എടുക്കുന്നത്. അങ്ങനെ വൈകിട്ട് ബസ് റിക്കോംപിയോയിലെ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നോക്കിയാൽ തന്നെ മഞ്ഞുമലകളൊക്കെ കാണാം. ഇവിടുത്തെ ഒരു പ്രത്യേകത മോമോസിനൊപ്പം സൂപ്പും ഫ്രീ ആയി കിട്ടും. രാവിലെ 5 മണിക്കാണ് സ്പിറ്റി വാലിയിലേക്കുള്ള ബസ്. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ മാറ്റൊക്കെ വിരിച്ച് കടന്ന് അങ്ങനെ രാവിലെ 5 മണിക്ക് എണീറ്റ് ക്യൂ ഒക്കെ നിന്ന് സ്പിറ്റിക്കുള്ള ടിക്കറ്റ് എടുത്ത് 552 രൂപയാണ് ഇവിടുന്ന് കാസെ വരെയുള്ള ബസ് ചാർജ്. റിക്കോംപിയോയിൽ നിന്ന് 100 കിലോമീറ്റർ പോയാൽ ആദ്യം വരുന്നത് നാക്കോ വില്ലേജ് ആണ്. കുറേ വർഷങ്ങൾ പഴക്കമുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളും ഇവിടെ ഉണ്ട്. നാക്കോയിൽ നിന്ന് സ്പിറ്റിയിലെ കാസയിലെത്താൻ ഇനിയും കുറേ ദൂരമുണ്ട്. ഇവിടേക്ക് പോകുന്ന വഴി അത്രക്കും ഡേഞ്ചറും വളരെ ഭംഗിയുള്ളതുമാണ്. പോകുന്ന വഴിക്ക് ഒരു ലോറി താഴെ സ്പിറ്റി റിവറിൽ വീണ് കിടക്കുന്നു. ആക്സിഡന്റ് ഉണ്ടാകുന്ന വളരെ അപകടം പിടിച്ച റോഡാണ് ഈ റോഡ്. വീടുകളും മനുഷ്യരും ഒന്നുമില്ലാതെ വേറൊരു ഗ്രഹത്തിലൂടെ പോകുന്ന ഫീലാണ് ഇതിലൂടെ പോകുമ്പോൾ കിട്ടുന്നത്. റിക്കോംപിയോയിൽ നിന്ന് രാവിലെ 5:30ക്കുള്ള ബസ് കയറിയാൽ സ്പിറ്റിയിലെ കാസയിലെത്താൻ ഏകദേശം 8-10 മണിക്കൂറെങ്കിലും എടുക്കും. അങ്ങനെ ഫൈനലി വൈകുന്നേരം 4 മണിക്കായപ്പോൾ തന്നെ കാസയിലെത്തി.